മനുഷ്യന്റെ ചിന്താശേഷിയും ബുദ്ധിശക്തിയും വിവേചനാശേഷിയും ഇതിനെല്ലാം അടിസ്ഥാനമായ മസ്തിഷ്കവുമാണ് അവന്റെ വ്യക്തിത്വത്തെ നിർണയിക്കുന്നത്. ശരിതെറ്റുകളെ തിരിച്ചറിയുന്നതും സത്യത്തിനു നേരെ ചരിക്കുന്നതും നന്മയും സ്നേഹവും അടിസ്ഥാന മൂല്യങ്ങളായി സ്വീകരിക്കുന്നതും തുടങ്ങി ഒരു മനുഷ്യവ്യക്തിക്ക് വെണ്മയുള്ള ഒരു കവചം സൃഷ്ടിക്കുന്നത് മസ്തിഷ്കം തന്നെയാണ്. എന്നാൽ മനുഷ്യ മസ്തിഷ്കം ഒരു ചാലകം കൂടിയാണെന്ന ബോധ്യം ശാസ്ത്രചിന്തകർക്കുണ്ട്. മഹത്തരവും ആഴമേറിയതുമായ ഒട്ടേറെ നിത്യസത്യങ്ങളെക്കുറിച്ചുള്ള തിരിച്ചറിവും മസ്തിഷ്കം മനുഷ്യന് നൽകുന്നു. ദൈവവിശ്വാസവും മസ്തിഷ്കവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ഒട്ടേറെ പഠനങ്ങളും ചർച്ചകളും നടന്നിട്ടുണ്ട്. മനുഷ്യന്റെ മസ്തിഷ്കത്തിന്റെ അടിസ്ഥാന സ്വഭാവങ്ങളിൽ ഒന്നാണ് ദൈവാന്വേഷണത്തിനുള്ള പ്രവണത എന്ന് അനവധി ചിന്തകർ വെളിപ്പെടുത്തുന്നു. ജീവന്റെ സൃഷ്ടാവും പരിപാലകനുമായ അനന്തശക്തിയെക്കുറിച്ചുള്ള ചിന്തകൾക്ക് ആരംഭം കുറിക്കുന്നതും വ്യക്തമായ ധാരണകളിൽ ആ വ്യക്തിയെ കൊണ്ടെത്തിക്കുന്നതും വിശ്വാസിയായി നിലനിർത്തുന്നതും മസ്തിഷ്കത്തിന്റെ സ്വാഭാവിക പ്രവർത്തനങ്ങളും വിവേചനാശക്തിയും തന്നെയാണ്. എന്നാൽ ഇതേ ബുദ്ധിശക്തിയും ചിന്താശേഷിയുമുള്ള ചിലർ എക്കാലവും ദൈവനിഷേധികളായി നമുക്കിടയിൽ കാണപ്പെടുന്നുണ്ട്. തങ്ങളുടെ വിവേചനാശക്തിയും ബുദ്ധിയും ഉപയോഗിച്ച് അവർ ദൈവം എന്നൊന്നില്ല എന്ന് സ്വയം ബോധ്യപ്പെടുത്തുകയും സ്ഥാപിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. ദൈവവിശ്വാസം എന്നത് ജൈവികമായ ഒരു പ്രവണത തന്നെയാണെങ്കിൽ നിരീശ്വരവാദികൾ ഉണ്ടാവുന്നതെങ്ങനെ എന്ന ചോദ്യം പ്രസക്തമാണ്. മനുഷ്യൻ്റെ ഈശ്വരവിശ്വാസത്തിൻ്റെ മസ്തിഷ്കശാസ്ത്രപരമായ വശങ്ങൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്ന ഒരു കാര്യമാണ്, മനുഷ്യൻ്റെ ഈശ്വര അവബോധം എന്ന് പറയുന്നത് വലിയൊരളവ് വരെ അതിന് ജൈവികമായ അടിത്തറകളുണ്ട് എന്നുള്ള കാര്യം. അതായത് വിശ്വാസത്തിനും ഒരു ശരീരശാസ്ത്രം തന്നെ ഉണ്ട് എന്നുള്ള വസ്തുത. നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ വിശ്വാസത്തിലേക്ക് പിടിച്ചിരുത്തിയത് കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ മതവിശ്വാസം നിലനിൽക്കുന്നത് കൊണ്ടോ മാത്രമല്ല മാനവരാശിയിൽ വിശ്വാസി സമൂഹങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇത് മനുഷ്യപ്രകൃതത്തിൻ്റെ സഹജമായ ഒരു ആഭിമുഖ്യവും വാസനയും ഒക്കെയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇതാണ് ന്യൂറോ റിലീജിയൻ്റെ പ്രമുഖമായ ഒരു ഉൾക്കാഴ്ച. ഈ വിഷയം നമ്മൾ മുൻ എപ്പിസോഡുകളിൽ ചർച്ച ചെയ്തിട്ടുള്ള കാര്യമാണ്. ഇനി ന്യൂറോ റിലീജിയൻ അവകാശപ്പെടുന്നത് പോലെ ജൈവികമായ അടിത്തറകൾ മനുഷ്യൻ്റെ ഈശ്വരവിശ്വാസത്തിന് ഉണ്ട് എങ്കിൽ ഉദിക്കുന്ന പ്രസക്തമായ ഒരു ചോദ്യമാണ്, എന്തുകൊണ്ടാണ് ചില മനുഷ്യർ ഈശ്വരവിശ്വാസമില്ലാത്തവരായി മാറുന്നത്? ദൈവം എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം മാനവരാശി വീണുപോയ ഏതോ ഒരു കെണിയാണ്. ന്യൂറോ റിലീജിയൻ അവകാശപ്പെടുന്ന ജൈവികവും മസ്തിഷ്കപരവുമായ അടിത്തറകൾ വിശ്വാസത്തിന് ഉണ്ട് എങ്കിൽ എന്തുകൊണ്ടാണ് ചില ബ്രെയിനുകളിൽ ഈ വിശ്വാസം ഒട്ടും സ്വീകാര്യമല്ലാതായി തീരുന്നത്? ഇത് വളരെ പ്രസക്തമായിട്ടുള്ള ഒരു ചോദ്യമാണ്. അതിനാൽ തന്നെ ന്യൂറോ റിലീജിയൻ്റെ കാഴ്ചപ്പാടിൽ നിരീശ്വരത്വത്തെ എങ്ങനെ നമ്മൾ മനസ്സിലാക്കണമെന്നുള്ളത് ശാസ്ത്രമത സംവാദത്തിൽ പ്രസക്തമായ ഒരു ചോദ്യമാണ്. ന്യൂറോ സയൻസിൻ്റെ കാഴ്ചപ്പാടിൽ എന്താണ് നിരീശ്വരത്വം, എങ്ങനെയാണ് നിരീശ്വരത്വം ഉണ്ടാകുന്നത്, ഈ വക വിഷയങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ചർച്ചാ വിഷയമാക്കുന്നത്. ദൈവാന്വേഷണത്തിനുള്ള പ്രവണത മനുഷ്യന് മാത്രമുള്ളതാണ്. മനുഷ്യന്റെ അസ്തിത്വവുമായി ബന്ധപ്പെട്ടതാണ് അത്. സൃഷ്ടാവിനെ അന്വേഷിക്കുകയും കണ്ടെത്തുകയും ചെയ്യേണ്ടതായുള്ളത്, അഥവാ അപ്രകാരം
നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത് മനുഷ്യനു വേണ്ടി മാത്രമാണ്. അതിന് ശാസ്ത്രീയമായി വിശദീകരിക്കാൻ കഴിയുന്ന ഒരു തലം മാത്രമല്ല ഉള്ളത് എന്നതാണ് വാസ്തവം. തത്വശാസ്ത്രത്തിൻ്റെയും ദൈവശാസ്ത്രത്തിൻ്റെയുമായ ചില മാനങ്ങൾ കൂടി അവിടെയുണ്ട് എന്നുള്ളതുകൂടി മനസ്സിലാക്കിക്കൊണ്ട് മാത്രമേ നിരീശ്വരത്വത്തിൻ്റെ ശാസ്ത്രീയ വിശദീകരണത്തെ നമുക്ക് സമീപിക്കുവാൻ കഴിയൂ. ജൈവികമായിട്ട് പരിണാമവിധേയമായിട്ട് ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്ന മനുഷ്യൻ എന്ന പ്രതിഭാസം അവൻ്റെ ജീവശാസ്ത്രപരമായ പ്രക്രിയകളിൽ തന്നെ, നിർമ്മിതിയിൽ തന്നെ അതീന്ദ്രിയമായ ആഭിമുഖ്യങ്ങൾ പ്രകടിപ്പിക്കുന്നുണ്ട് എങ്കിൽ എന്തുകൊണ്ടാണ് ചില മനുഷ്യർ അവിശ്വാസികളായിട്ട് മാറുന്നത്? എത്ര ശ്രമിച്ചാലും ഒരുപക്ഷെ അവർക്ക് വിശ്വാസികളാകാൻ സാധിക്കാതെ വരുന്നു. ഇതിനെപ്പറ്റി എന്തെങ്കിലും ശാസ്ത്രീയമോ ദാർശനികമോ ആയ പ്രതികരണങ്ങൾ നൽകുവാനുണ്ടോ? ഒന്നാമതായിട്ട് എനിക്ക് ഈ ചോദ്യത്തിന് ഉത്തരമായിട്ട് പറയാനുള്ളത്, വിശ്വാസം എന്ന് പറയുന്നത് ഒരു ബയോളജിക്കൽ ഫിനോമിനൻ മാത്രമല്ല. ബയോളജിക്കൽ ഫിനോമിനന് ഫിനോമിനൻ ആവശ്യമുണ്ട്, ശരിയാണ്. കാരണം വിശ്വാസം എൻ്റെ അറിവിൽ ഒരു ചിമ്പാൻസിക്കോ മറ്റു മൃഗങ്ങൾക്കോ വിശ്വാസമുള്ളതായിട്ട് എനിക്കറിവില്ല. അങ്ങനെ ആരും പറഞ്ഞു കേട്ടിട്ടുമില്ല. അതിന് തെളിവുകളും കാര്യമായിട്ടൊന്നുമില്ല. അപ്പോൾ ഈ വിശ്വാസം എന്ന് പറയുന്നത് നമ്മളുടെ മൈൻഡ് ഡെവലപ്പ് ചെയ്യുന്ന പോലെ ഒരു തരത്തിലുള്ള ഡെവലപ്മെൻറ്റിൻ്റെ ഒരു ലക്ഷണമാണ്, ഡെവലപ്മെൻറ്റിൻ്റെ ഒരു ഡിസ്പ്ലേ ആണ് വിശ്വാസം. അപ്പോൾ ഈ ബയോളജിക്കൽ ബേസ് ആവശ്യമാണ്. അതുകൊണ്ട് മാത്രം ഒരുത്തൻ വിശ്വാസിയാകത്തില്ല. നിരീശ്വരവാദത്തെ ന്യൂറോ സയൻസിൻ്റെ വെളിച്ചത്തിൽ വിശദമായ പഠനങ്ങൾക്ക് വിധേയമാക്കിയിട്ടുള്ള ചില ശാസ്ത്രജ്ഞരുണ്ട്. അത്തരം പഠനങ്ങളുടെ വെളിച്ചത്തിൽ നിരീശ്വരവാദത്തിന് ശാസ്ത്രീയമായ അടിത്തറയുണ്ട്. സ്വാഭാവികമായും തൻ്റെ സൃഷ്ടാവിനെ തിരിച്ചറിയുക എന്ന കഴിവോടെ രൂപകൽപ്പന ചെയ്യപ്പെട്ട മനുഷ്യ മസ്തിഷ്കത്തിൻ്റെ ഘടനാപരമായ ചില മാറ്റങ്ങൾ ഒരുവനെ ദൈവനിഷേധിയാക്കി മാറ്റിയേക്കാം. അത്തരത്തിൽ ചില വ്യക്തികളുടെ മസ്തിഷ്കത്തിന് സംഭവിക്കുന്നതിനെ ശാസ്ത്രചിന്തകർ ശാസ്ത്രീയമായി വിശദീകരിക്കുന്നുണ്ട്. അമേരിക്കയിലെ കേസ് വെസ്റ്റേൺ റിസർവ് യൂണിവേഴ്സിറ്റിയുടെ നേതൃത്വത്തിൽ 2016 നടന്ന പഠനം ഒരു ഉദാഹരണമാണ്. നിരീശ്വരത്വം എന്ന് പറയുന്ന പ്രതിഭാസത്തെ തന്നെ ഇന്ന് ആധുനിക ന്യൂറോ സയൻസ് പഠന വിധേയമാക്കിയിട്ടുണ്ട്. അത് ന്യൂറോ റിലിജിൻ്റെ ഒരു പ്രത്യേക പഠനശാഖ തന്നെയായെന്ന്. എന്തുകൊണ്ടാണ് ചിലരെങ്കിലുമൊക്കെ നിരീശ്വരവാദികളായിട്ട് മാറുന്നത് എന്ന്. അമേരിക്കയിലെ കേസ് വെസ്റ്റേൺ യൂണിവേഴ്സിറ്റി ഇംഗ്ലണ്ടിലെ ചില സർവകലാശാലകളുമായിട്ട് ബന്ധപ്പെട്ട് അന്താരാഷ്ട്ര തലത്തിൽ നടത്തിയ ഒരു സർവേയുടെ ഫലം ഞാനിവിടെ അവതരിപ്പിക്കാം. ഒത്തിരി പ്രഗത്ഭരായിട്ടുള്ള ശാസ്ത്രജ്ഞർ, ന്യൂറോ സയൻറ്റിസ്റ്റ് നിരീശ്വരവാദികളെയും വിശ്വാസികളെയും ബ്രെയിനിൻ്റെ ഘടനകൾ തമ്മിൽ താരതമ്യം നടത്തിയിരിക്കുന്ന പഠനത്തിൻ്റെ ഫലമാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. മനുഷ്യനിൽ നമുക്കറിയാം ലെഫ്റ്റ് ബ്രെയിൻ ഹെമിസ്ഫിയറും റൈറ്റ് ഹെമിസ്ഫിയറും ഉണ്ട്. ലെഫ്റ്റ് ഹെമിസ്ഫിയർ കൂടുതൽ അനലറ്റിക്കൽ, ലിംഗ്വിസ്റ്റിക്, സയൻറ്റിഫിക്, ടെക്നിക്കൽ, മാത്തമാറ്റിക്കൽ തിങ്കിങ്ങിന് വേണ്ടിയൊക്കെ റിസർവ് ചെയ്യപ്പെട്ടിരിക്കുന്നവയാണ് നമുക്കറിയാം. അതോടൊപ്പം തന്നെ വലതുവശത്തെ ഹെമിസ്ഫിയറാണ് കൂടുതൽ ലിറ്റററി, പോയറ്റിക്, മിസ്റ്റിക്കൽ, റിലീജിയസ്, ഹോളിസ്റ്റിക്, ഇൻറ്റ്യൂറ്റീവ് തിങ്കിങ്ങിന് വേണ്ടിയൊക്കെ റിസർവ് ചെയ്യപ്പെട്ടിരിക്കുന്ന മേഖല. ബ്രെയിനിൻ്റെ ഈ രണ്ട് മേഖലകളും തമ്മിലുള്ള ക്രിയേറ്റീവായിട്ടുള്ളൊരു സംഘർഷം എപ്പോഴും നമ്മുടെ മസ്തിഷ്കത്തിലുണ്ട് പോലും. എംപത്തറ്റിക് ന്യൂറൽ നെറ്റ്വർക്കും അനലറ്റിക്കൽ ന്യൂറൽ നെറ്റ്വർക്കും. ഇതിൽ ആരോഗ്യകരമായ ഒരു മസ്തിഷ്ക ഘടന എന്ന് പറയുന്നത് സാഹചര്യത്തിന് അനുപൂരകമായിട്ട് ഒരു നെറ്റ്വർക്കിനെ പുഷ് അസൈഡ് ചെയ്തുകൊണ്ട് മറ്റൊരു നെറ്റ്വർക്ക് ഡോമിനേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. വഴിയിൽ ഒരു സഹോദരൻ വണ്ടി ഇടിച്ച് കിടക്കുന്നു, അവനെ കൊണ്ടുപോകാം. അവൻ കള്ള് കുടിച്ചിട്ട് വണ്ടി ഇടിയേറ്റ് റോഡിൽ കിടക്കുന്നവനാ, അവനെ കൊണ്ടുപോകണ്ട. ഇത് അനലറ്റിക്കൽ തിങ്കിങ്ങിൻ്റെ ഡോമിനേഷനാണ്. എന്നാലും ഇവൻ ജീവനുള്ള ഒരു സഹജീവിയാണ് എന്നറിഞ്ഞതുകൊണ്ട് അവനെ എത്രയും വേഗം ആശുപത്രിയിൽ എത്തിക്കുവാൻ വേണ്ടി പരിശ്രമിക്കുക. ഇത് എംപത്തറ്റിക് നെറ്റ്വർക്കിൻ്റെ ഡോമിനേഷനാണ് അവിടെ സംഭവിക്കുന്നത് എന്ന് പോലും. ആരോഗ്യകരമായ വ്യക്തിത്വമുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അനലറ്റിക്കൽ നെറ്റ്വർക്കും എംപത്തറ്റിക് നെറ്റ്വർക്കും തമ്മിലൊരു സംഘർഷം ഉണ്ടാകുമ്പോൾ എംപത്തറ്റിക്കൽ നെറ്റ്വർക്ക് സാഹചര്യമനുസരിച്ച് അനലറ്റിക്കൽ നെറ്റ്വർക്കിനെ പുഷ് അസൈഡ് ചെയ്യും. അതുപോലെ യുക്തി ആവശ്യമുള്ള മേഖലയിൽ എംപത്തറ്റിക് നെറ്റ്വർക്ക് അനലറ്റിക്കൽ നെറ്റ്വർക്കിനെ സബ്ജുഗേറ്റഡ് ആകും. ഇതാണ് അത് സാഹചര്യമനുസരിച്ച് മസ്തിഷ്കത്തിൽ സംഭവിക്കേണ്ട ഒരു ബാലൻസിങ് ആണ്. പക്ഷേ എത്തീസ്റ്റുകളുടെ കാര്യം വരുമ്പോൾ
ഈ ശരിയായ പുഷിംഗ് എസൈഡ് സാഹചര്യത്തിനനുസരിച്ച് സംഭവിക്കുന്നില്ല എന്നുള്ളതാണ് ഈ കേസ് വെസ്റ്റേൺ യൂണിവേഴ്സിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന പഠനം പറയുന്നത്. അത്തരണത്തിൽ നോക്കിയാൽ അല്പം ഫാർഫെച്ച്ഡ് ക്ലെയിം ആണെന്ന് തോന്നും. എത്തീസ്റ്റുകളെ ഒരുപക്ഷെ അസ്വസ്ഥരാക്കിയേക്കാം. ആരോഗ്യകരമായ ഒരു മസ്തിഷ്ക ഘടനയുടെ അഭാവമാണ് പലപ്പോഴും നിരീശ്വരത്വത്തിലേക്ക് നയിക്കുന്നത് എന്നാണ് പറയുന്നത്. ഇടത് കൈക്ക് കൂടുതൽ സ്വാധീനമുള്ളവർ, ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള പേഷ്യൻസ്, ഇങ്ങനെയുള്ളവരിൽ അനലറ്റിക്കൽ നെറ്റ്വർക്കിന്, എംപതറ്റിക് നെറ്റ്വർക്കിന് സബ്ജുഗേറ്റഡ് ആകുക എന്നുള്ളത് കൂടുതൽ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പോലും. അതായത് എംപതറ്റിക് നെറ്റ്വർക്ക് അവരിൽ കൂടുതൽ വികാസം പരിണാമാത്മകമായിട്ട് കൂടുതൽ വികസിക്കുവാനുള്ള സാധ്യത അവിടെ കുറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് ആ ശരിയായ പുഷിംഗ് എസൈഡ് കോണ്ടസ്റ്റ് ഡിമാൻഡ് ചെയ്യുന്നതനുസരിച്ച് സംഭവിക്കുന്നില്ല. അപ്പോൾ എത്തീസം ഭാഗികമായിട്ടെങ്കിലും ന്യൂറോളജിക്കലായിട്ടുള്ള ഒരു പരിണതഫലം മെക്കാനിസം ആയിട്ടും കൂടി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. ദൈവവിശ്വാസം അഥവാ ആത്മീയ ബോധ്യങ്ങൾ നേടിയെടുക്കുക എന്നുള്ളത് കേവലം ശരീരശാസ്ത്രപരമായ ഒരു പ്രവൃത്തി മാത്രമല്ല. മനുഷ്യന് മാത്രം നൽകപ്പെട്ടിരിക്കുന്ന ഈ സവിശേഷത ആർജിക്കുവാനായി അവൻ്റെ പ്രയത്നം കൂടി ആവശ്യമാണ് എന്നുള്ളതാണ് വാസ്തവം. മനുഷ്യൻ്റെ മസ്തിഷ്കം അതിനായുള്ള അടിത്തറയൊരുക്കുക മാത്രമാണ് ചെയ്യുന്നത്. മസ്തിഷ്കത്തിൻ്റെ പ്രവണതകളും സവിശേഷതകളും സൃഷ്ടാവിലേക്ക് സഞ്ചാരം ആരംഭിക്കുവാനായുള്ള ഒരു വാതിൽ തുറന്നു നൽകുകയാണ് ചെയ്യുന്നത്. വിശ്വാസം ഞാൻ ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണ്? അക്സെപ്റ്റിംഗ് സംതിങ് ട്രൂ ഇൻ ദി ആബ്സെൻസ് ഓഫ് അഡക്വറ്റ് എവിഡൻസ്. ഒരു തെളിവുമില്ലാതെ നമ്മൾ വിശ്വസിക്കുന്ന ആ ബ്ലൈൻഡ് വിശ്വാസത്തെപ്പറ്റി എനിക്ക് യാതൊരു അഭിപ്രായവുമില്ല. അത് അങ്ങനെ ഉണ്ടെന്ന് പോലും എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഈ ഇതുകൊണ്ട് മാത്രം വരുന്നില്ല. അതുപോലെ നമുക്കറിയാമല്ലോ, എവല്യൂഷൻ പറയുന്നത്, എവല്യൂഷന് ഡിറക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞാൽ തന്നെയും തേർഡ് പറയുന്ന ഡിറക്ഷൻ ഉണ്ട്, ഡാർവിൻ പറയുന്ന ഡിറക്ഷൻ ഇല്ല. ഡിറക്ഷൻ ഇല്ലെങ്കിൽ അത് പല വഴിക്ക് പോകും. ഇപ്പോൾ ചിലർക്ക് ശരി ഈ വഴി വന്നു, മറ്റവർക്ക് ആ വഴി വന്നു. ഇപ്പോൾ എക്സ്പാൻഡ് ചെയ്യാൻ എളുപ്പമാണ്. ഇപ്പോൾ തേർഡ് പറയുന്നതനുസരിച്ച് ഒരു ഓവറോൾ ഡിറക്ഷൻ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് അവിടെ സെലക്ഷൻ വരുന്നത് കൊണ്ട് ചിലപ്പം അത് ഇങ്ങനെ പോയി കാണും, ചിലപ്പോൾ അത് അങ്ങനെ പോയി കാണും. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ ഇത് ഭൗതികമായിട്ട് മാത്രം നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ, ബയോളജിക്കലായിട്ട് മാത്രമായിട്ട് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ ഈ ചോദ്യത്തിന് പ്രശ്നമുണ്ട്. പക്ഷേ വിശ്വാസം വെറും ഒരു ഭൗതികം അല്ല, ബയോളജിക്കൽ ഫിനോമിനൻ മാത്രമല്ല. ആധുനിക ശാസ്ത്രത്തിൻ്റെ ചരിത്രം ആരംഭിച്ച 17-ാം നൂറ്റാണ്ട് മുതൽ ശാസ്ത്രീയ നിരീശ്വരത്വത്തിൻ്റെ വക്താക്കൾ ഉന്നയിക്കുന്ന വാദഗതികൾ കൂടുതൽ സങ്കീർണതയുള്ളതാണ്. അവ പലപ്പോഴും അതാത് കാലങ്ങളിൽ നിലനിന്നിരുന്ന പ്രബലമായ ശാസ്ത്രീയ ചിന്തകളുടെ ചുവട് പിടിച്ചുള്ളവയാണ്. ആദ്യകാലങ്ങളിൽ നിലനിന്നിരുന്ന യാന്ത്രിക പ്രപഞ്ചദർശനം, സയുക്തിക അനുഭവസത്താവാദം എന്ന ലോജിക്കൽ പോസിറ്റിവിസം തുടങ്ങിയ തത്വദർശനങ്ങൾ പിൽക്കാലത്ത് പൊളിച്ചെഴുതപ്പെട്ടവയാണ്. എങ്കിലും സമാനമായ ചില ആശയങ്ങൾ തന്നെ ഇന്നും നിരീശ്വരവാദത്തിന് അടിസ്ഥാനമായി മാറുന്നുണ്ട്. ദാർശനികമായിട്ട് നമ്മളതിനെ നോക്കിക്കാണുകയാണ് എങ്കിൽ നിരീശ്വരത്വത്തിന് ഒത്തിരി അടിത്തറകളുണ്ട്. ശാസ്ത്രീയമായ പല പ്രപഞ്ച വീക്ഷണങ്ങളിൽ തന്നെ നിരീശ്വരത്വം അധിഷ്ഠിതമായിരുന്നു. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ഉണ്ടായിരുന്ന യാന്ത്രിക പ്രപഞ്ച ദർശനം, ലോജിക്കൽ പോസിറ്റിവിസം എന്ന് പറയുന്ന ഫിലോസോഫിക്കൽ മൂവ്മെൻറ്റ് തന്നെ ഇതിൻ്റെയൊക്കെ ചുവട് പിടിച്ച് കടന്നു വരുന്നതായിരുന്നല്ലോ. അതിൻ്റെയൊക്കെ വെളിച്ചത്തിൽ എന്താണ് നിരീശ്വരത്വത്തെ പറ്റി പറയുവാനുള്ളത്? പ്രത്യേകിച്ച് ഇന്ന് നിർമ്മിത ബുദ്ധിയുടെയൊക്കെ കോണ്ടസ്റ്റിൽ മെക്കാനിക്കൽ ഫിലോസഫി ഓഫ് നേച്ചറൊക്കെ ഒരു മടങ്ങിവരവ് തന്നെ നടത്തുന്നതായിട്ട് പറയപ്പെടുന്നുണ്ടല്ലോ. അപ്പോൾ ഇതിൻ്റെയൊക്കെ വെളിച്ചത്തിൽ കൂടുതൽ നിരീശ്വരത്വത്തിന് കൂടുതൽ സാധ്യതകൾ കാണുന്നുണ്ടോ? ഒരു തരത്തിൽ പറഞ്ഞാൽ ഈ നിർമ്മിത ബുദ്ധി അതുപോലുള്ള അതിൻ്റേതായ സംരംഭങ്ങളും ഇതെല്ലാം നിരീശ്വരവാദത്തെ ഒരു തരത്തിൽ പറഞ്ഞാൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, നിരീശ്വരവാദത്തെ സഹായിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു തരത്തിൽ പറഞ്ഞാൽ ശരിയാണ്. അത് സഹായവും കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ അത് അതിനെ എതിർക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് രണ്ടും വരുന്നുണ്ട്. അത് നമ്മളുടെ ദൃഷ്ടികോണം അനുസരിച്ചായിരിക്കും ഇത് എങ്ങനെയാണ് വരുന്നുള്ളത് തീരുമാനിക്കപ്പെടുന്നത്. ഓക്കെ,
ഇപ്പോൾ മെക്കാനിക്കൽ ഫിലോസഫി ഓഫ് നേച്ചറിനെ പറ്റി പറഞ്ഞായിരുന്നുവല്ലോ. അത് വളരെ വളരെ ശക്തമായ ഒരു മൂവ്മെൻ്റ് ആയിരുന്നു ഒരു 300 വർഷത്തോളം. ന്യൂട്ടൻ ഡിസ്കവറികളും അതുപോലെല്ലാം വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ന്യൂട്ടോണിയൻ സയൻസിൻ്റെ ആധാരത്തിൽ മെക്കാനിക്കൽ ഫിലോസഫി ഓഫ് നേച്ചർ എന്ന് പറഞ്ഞ ഒരു ചിന്താഗതി, ഒരു ഫിലോസഫി തന്നെ പുറത്തു വന്നു. അതിനെക്കുറിച്ച് മൈക്കിൾ ബക്ലി എന്ന് പറഞ്ഞ് ഒരു ഈശ്വസഭക്കാരനായ ഒരു പണ്ഡിതൻ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ആ പുസ്തകത്തിൻ്റെ പേര് അറ്റ് ദി ഒറിജിൻസ് ഓഫ് മോഡേൺ എത്തിയിസം എന്നാണ്. 1987 പബ്ലിഷ് ചെയ്ത പുസ്തകമാണ്. വളരെ പ്രസിദ്ധമായ പുസ്തകമാണ്. ആ പുസ്തകത്തിനനുസരിച്ച് അദ്ദേഹം പറയുന്നത് ഈ മോഡേൺ ഏത്തിയിസം വരാനുള്ളൊരു പ്രധാന കാരണം സയൻറ്റിഫിക് ഡെവലപ്മെൻ്റ് ആണ്. സയൻസിൽ വന്നിട്ടുള്ള ഈ കണ്ടുപിടുത്തങ്ങളും അതിനെപ്പറ്റിയുള്ള പരാമർശങ്ങളും അതിനെപ്പറ്റിയുള്ള വിമർശനങ്ങളും ഒക്കെയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് സയൻസിൻ്റെ വിജയം മതത്തിൻ്റെ പരാജയം, അതുപോലെ തന്നെ സയൻസിൻ്റെ വളർച്ച മതത്തിൻ്റെ തളർച്ച എന്നുള്ള രീതിയിലാണ് അദ്ദേഹം കാണുന്നതെന്ന് തോന്നുന്നു. അതിൽ ഞാൻ കാര്യമായിട്ട് ഫുള്ളായിട്ട് കംപ്ലീറ്റായിട്ട് ഞാൻ അതിനെ സപ്പോർട്ട് ചെയ്യാൻ എനിക്ക് പറ്റത്തില്ല. കാരണം അതിൽ വേറെ പല കാരണങ്ങളും ഉണ്ട് ഏതീസം വരാനായിട്ട്. ശാസ്ത്രത്തിൻ്റെ കണ്ടെത്തലുകൾ ഒരു വിഭാഗം വ്യക്തികളുടെ ദൈവവിശ്വാസ സംബന്ധമായ ധാരണകളെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. എന്നാൽ ഒരിക്കലും തന്നെ ശാസ്ത്രത്തിൻ്റെ തിരിച്ചറിവുകൾ സമഗ്രമല്ല. ശാസ്ത്രം ചില തിരിച്ചറിവുകൾ മുന്നോട്ട് വച്ചിട്ടുള്ളപ്പോഴൊക്കെയും അവയ്ക്ക് 2 വശങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങൾ എത്തരത്തിലാണ് എന്ന ചിലരുടെ ധാരണയിൽ സംഭവിച്ച അപക്വതയാണ് ശാസ്ത്രീയ നിരീശ്വരത്വം പ്രചരിപ്പിക്കപ്പെടാൻ കാരണമായത്. ചില ശാസ്ത്രീയ നിഗമനങ്ങളെ തുടർന്നുണ്ടായ വ്യാഖ്യാനങ്ങൾക്ക് ലഭിച്ച പ്രചാരമാണ് ചില കാലഘട്ടങ്ങളിൽ നിരീശ്വരവാദത്തെ പ്രോത്സാഹിപ്പിച്ചത്. മെക്കാനിക്കൽ ഫിലോസഫി ഓഫ് നേച്ചറിൻ്റെ പ്രധാന സംഗതി എന്തായിരുന്നു? മനുഷ്യൻ ഒരു യന്ത്രമാണ്, മനുഷ്യൻ ഒരു മെക്കാനിക്കൽ ഡിവൈസാണ്. മെക്കാനിക്സ് ഉപയോഗിച്ച് നമ്മൾ കാറും വണ്ടിയൊക്കെ റിപ്പയർ ചെയ്യുന്ന പോലെ മനുഷ്യനെ റിപ്പയർ ചെയ്യാം, കാറും വണ്ടി ഉണ്ടാക്കുന്ന പോലെ മനുഷ്യനെ ഉണ്ടാക്കുന്നുണ്ട് എന്നതായിരുന്നു അതിൻ്റെ പ്രധാന അടിസ്ഥാന തത്വം. അത് പൊളിഞ്ഞുപോയി. 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം വന്നപ്പോൾ അത് പൊളിഞ്ഞുപോയി. അത് പൊളിഞ്ഞു പോയതിൻ്റെ പ്രധാന കാരണം ഇതായിരുന്നു: മസ്തിഷ്കത്തെ പറ്റി അവർക്ക് കാര്യമായ അറിവില്ലായിരുന്നു. അറിവുണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ പരിസ്ഥിതി വേറെ ആകുമായിരുന്നു. പക്ഷെ അറിവില്ലായിരുന്നു. അതുകൊണ്ട് മസ്തിഷ്കത്തെ സംബന്ധിച്ച കാര്യങ്ങളെപ്പറ്റി ചോദിച്ചപ്പോഴത്തേക്കും അവർക്ക് മറുപടി ഇല്ലാതെയായി. 1990 മുതൽ 2000 വരെയുള്ള ആ 10 വർഷങ്ങളെ ബ്രെയിനിൻ്റെ ദശവർഷങ്ങളെന്നോ 10 വർഷങ്ങളെന്നാണ് പറയുക. ആ സമയത്ത് വളരെയധികം പുരോഗമനം ഉണ്ടായി. ബ്രെയിനിനെ പറ്റി നമുക്ക് വളരെ വളരെ അറിവുകൾ കിട്ടി. അതോടൊപ്പം തന്നെ ന്യൂറോ സയൻസ് ഡെവലപ്പ് ചെയ്തു. ഇപ്പോൾ ഇവർ വാദിക്കാൻ പോവുകയാണ്, അന്ന് ഞങ്ങൾക്ക് പ്രശ്നം ഉണ്ടായിരുന്നു, അന്ന് ഞങ്ങൾക്ക് സാധിച്ചില്ല, ഇപ്പം ഞങ്ങൾക്ക് സാധിക്കും. അങ്ങനെ അവർ ചിന്തിക്കാൻ തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ വരുമ്പോഴത്തേക്കും ഒരു എത്തിയിസത്തിൻ്റെ ഒരു പുനർജന്മം പോലെ വരുന്നുണ്ട്. നിർമ്മിത ബുദ്ധിയുടെ ഈ ഡെവലപ്മെൻറ്റ് ദൈവത്തിന് എതിരാകണമെന്നില്ല, ദൈവത്തിന് അനുകൂലമായിട്ടാണ് ഞാൻ കാണുന്നത്. അങ്ങനെയാണ് നമ്മൾ കാണേണ്ടതും. അത് ലോജിക്കലായിട്ട് നോക്കിയാലും ഫിലോസോഫിക്കലായിട്ട് നോക്കിയാലും സയൻറ്റിഫിക്കായിട്ട് നോക്കിയാലും അങ്ങനെയാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ കാണുകയാണെങ്കിൽ ഇത് ഏത്തിയിസം, അതായത് നിരീശ്വരവാദം വർദ്ധിക്കാനായിട്ടുള്ളൊരു സാഹചര്യമായിട്ട് നമ്മൾ കണക്കാക്കേണ്ടതില്ല. ശാസ്ത്രത്തിൻ്റെ വളർച്ചയ്ക്കനുസരിച്ച് ഓരോ ഘട്ടത്തിലും നിരീശ്വര ചിന്തകളുമായി മുന്നോട്ട് വരുന്ന ചിന്തകർ എന്നുമുണ്ട്. ദൈവാസ്തിത്വത്തെ സ്ഥിരീകരിക്കുന്ന നിരീക്ഷണങ്ങളെപ്പോലും ചിലർ തങ്ങളുടെ വാദത്തിൻ്റെ ഭാഗമായി ദുർവ്യാഖ്യാനം ചെയ്തേക്കാം. ശാസ്ത്രത്തിൻ്റെ പരിമിതമായ തിരിച്ചറിവുകൾക്കും അതീതമാണ് ദൈവം എന്ന യാഥാർത്ഥ്യം ഉൾക്കൊള്ളുവാൻ അവർക്ക് കഴിയാതെ പോകുന്നു. ശാസ്ത്രത്തിൻ്റെ കണ്ടെത്തലുകളിലൂടെ വെളിപ്പെടുന്നതും ദൈവിക മഹാത്മ്യമാണ് എന്നതാണ് യാഥാർത്ഥ്യം. ചില കെമിക്കൽസ് നമുക്ക് സ്നേഹം, സിമ്പതി, എമ്പതി ഒക്കെ തരുമെന്ന് ഇപ്പോൾ കണ്ടുപിടിച്ചിരിക്കുകയാണ്. ഫോർ ഇൻസ്റ്റൻസ്, ഓക്സിറ്റോസിൻ എന്ന് പറഞ്ഞ ഒരു ഹോർമോണുണ്ട്. അത് സ്ത്രീകൾ പ്രഗ്നൻ്റ് ആകുമ്പോഴത്തേക്കും അതിൻ്റെ അളവ് ശരീരത്തിൽ കൂടുകയാണ്. അതുകൊണ്ടാണ് ഒരു മദറിനെ തൻ്റെ
പുത്രനോ തൻ്റെ കുഞ്ഞിനെ പറ്റി കുഞ്ഞിനോട് വളരെയധികം സ്നേഹവും അതുപോലെ തന്നെ കുഞ്ഞിന് അമ്മയോട് വളരെ സ്നേഹവും വരാനുള്ളതിൻ്റെ പ്രധാന കാരണം അതൊരു കെമിക്കലാണ്. അതുപോലെ തന്നെ ആണുങ്ങൾക്കാണെങ്കിലും ഇതല്ല, വേറെ തരത്തിലുള്ളതുണ്ട്, ടെസ്റ്റോസ്റ്റെറോൺ എന്നും പറഞ്ഞുകൊണ്ട് ഒരെണ്ണമുണ്ട്. അത് ഇതാണ് മനുഷ്യന് ധൈര്യമായിട്ട് നിൽക്കാനും പിന്നെ ധീരത കാണിക്കാനും റിസ്ക് എടുക്കാനൊക്കെ ഒരു പ്രത്യേക കഴിവ്. അപ്പോൾ അതുകൊണ്ട് ആൾക്കാർ പറയുന്നത് എന്താണ്, ഈ നിങ്ങൾ പണ്ടിതൊക്കെ ഒരു ദൈവത്തിൻ്റെ ദാനമാണെന്ന് ഉദ്ദേശിച്ചിരുന്ന കാര്യങ്ങളൊക്കെ ദൈവത്തിൻ്റെ ദാനമല്ല, ഇത് വെറും കെമിക്കൽ പ്രോസസ്സാണ്. പക്ഷേ എൻ്റെ ചോദ്യം ഇതാണ്, ഈ കെമിക്കൽ എവിടെ നിന്ന് വന്നു? ഈ കെമിക്കൽ ആരാ ഉണ്ടാക്കിയത്? ഈ കെമിക്കലിനെ മാറ്റാനും മറിക്കാനുമുള്ള അല്ലെങ്കിൽ ഈ കെമിക്കൽ ഇത്രയ്ക്ക് പവർ ഉണ്ടെന്നുള്ളത് എങ്ങനെയാണ്, എവിടെ നിന്ന് വന്നു? അതൊക്കെ നമ്മൾ ചിന്തിച്ച് കഴിയുമ്പോഴത്തേക്കും ഇറ്റ് കനോട്ട് ബി ക്രിയേറ്റഡ് ബൈ സയൻസ്. സയൻറ്റിസ്റ്റ് അല്ല ഈ ഓക്സിറ്റോസിന് ഈ പവർ കൊടുത്തത്, സയൻറ്റിസ്റ്റ് അല്ല ടെസ്റ്റോസ്റ്റെറോണിന് ഈ പവർ കൊടുത്തത്. അപ്പോൾ അതിനെപ്പറ്റി നമ്മൾ അഗാധമായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ, ഡീപ്പായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ ഇത് പ്രതികൂലമല്ല, അനുകൂലമായിട്ടും കണക്കാക്കാൻ സാധിക്കും. ഇവിടെ പരാമർശിക്കപ്പെട്ട രാസപദാർത്ഥങ്ങളാണ് മനുഷ്യൻ്റെ മതാനുഭൂതിയുടെയൊക്കെ അടിസ്ഥാനമായിട്ട് വർത്തിക്കുന്നത്. അതുകൊണ്ട് വിശ്വാസത്തെയൊക്കെ അങ്ങ് എഴുതി തള്ളിക്കളയാം എന്നുള്ളതാണ് ഇന്നത്തെ ശാസ്ത്രീയ നിരീശ്വരവാദത്തിൻ്റെയൊക്കെ അംബീഷ്യസ് ആയിട്ടുള്ള ഒരു സ്വപ്നം. ഇത് പക്ഷേ തികച്ചും യുക്തിരഹിതമാണ് എന്നുള്ളത് സ്വാഭാവിക വിശകലനത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ന്യൂറോസ് റിലീജിയൻ്റെ കാഴ്ചപ്പാട് തന്നെ എന്താണ്? മനുഷ്യൻ്റെ മതാത്മകത അവൻ്റെ ജൈവികതയിൽ പ്രോഗ്രാംഡ് ആയിരിക്കുന്നു എന്നുള്ളതാണ്. എപ്രകാരമാണ് ഈ ജൈവികതയിൽ പ്രോഗ്രാംഡ് ആയിരിക്കുന്നത്? ഈ വക രാസിക പ്രതിഭാസങ്ങളെയും മനുഷ്യനിൽ അന്തർലീനമായിരിക്കുന്നത് കൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിനെയൊക്കെ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ശേഷി മനുഷ്യൻ്റെ ജീവശാസ്ത്രത്തിന് ഉള്ളത് എന്നത് തന്നെ. ഇതിനെ വിശ്വാസ ദൃഷ്ടിയാൽ നോക്കിയാൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം എന്ന ന്യൂമറ്റോളജിക്കൽ ക്രിയേഷൻ, അനുസ്യൂതം സംഭവിക്കുന്ന സൃഷ്ടി എന്നൊക്കെ നമ്മൾ പറയുകയല്ലോ. ലാളിത്യത്തിൽ തുടങ്ങിയ ജീവരൂപം അതിസങ്കീർണമായ മസ്തിഷ്ക തലത്തിൽ എത്തിച്ചേർന്നപ്പോൾ പദാർത്ഥത്തിന് പ്രാർത്ഥിക്കുവാനുള്ള ശേഷി കൂടി ലഭിച്ചതാണെയാണ് നമ്മൾ ബ്രെയിന് എന്ന് വിശേഷിപ്പിക്കുന്നത്. എങ്ങനെയാണ് ബ്രെയിനിന് ഈ പ്രാർത്ഥിക്കുവാനുള്ള ശേഷി ലഭിച്ചിരിക്കുന്നത്? അത് ഈ വക രാസിക പ്രതിഭാസങ്ങളും കൂടി പരിണാമവിധേയമായിട്ട് നമ്മുടെ മസ്തിഷ്കത്തിൽ സന്നിവേശിപ്പിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ടാണ്. അവിടെ നമുക്ക് പ്രകൃതിയുടെ രാസികത്വത്തിൽ തന്നെ നമുക്ക് ഒരതിബുദ്ധിയുടെ അതിപ്രജ്ഞയുടെ സാന്നിധ്യം തിരിച്ചറിയുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ന്യൂറോ റിലീജിയസ് കാഴ്ചപ്പാടുകൾ ദൈവനിഷേധം എന്നതിലുപരി ഈ പ്രപഞ്ചത്തിൽ തന്നെ സന്നിഹിതമായിരിക്കുന്ന പ്രകൃതിബദ്ധമായ ഒരു ദൈവദർശനത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് എന്ന് നമ്മൾ പറയുന്നത്. ന്യൂറോ സയൻസിൻ്റെ തിരിച്ചറിവുകളും കണ്ടെത്തലുകളും ആഴമുള്ള ഒരു ദൈവാവിഷ്കരണം നടത്തുന്നുണ്ട്. മുൻകാലങ്ങളിലെ മനുഷ്യർ വിഭാവനം ചെയ്തിരുന്നതിൽ നിന്ന് വ്യത്യസ്തമാണ് അത്. ഓരോ നിമിഷവും ഓരോ തന്മാത്രയിലും പ്രവർത്തന നിരതമായിരിക്കുന്ന ഒരു ദൈവിക ചൈതന്യത്തെപ്പറ്റിയുള്ള തിരിച്ചറിവ് അതിശയകരമാണ്. ശാസ്ത്രത്തിൻ്റെ സൂക്ഷ്മദർശിനികളിലൂടെ വെളിപ്പെടുത്തപ്പെടുന്നത് ഇത്തരത്തിൽ പക്വമായ ചില ആശയങ്ങളാണ്. ചില്ലുകൊട്ടാരത്തിലിരിക്കുന്ന ഒരു ദൈവമായിരുന്നു, അല്ലെങ്കിൽ വാനമേഘങ്ങളിൽ വെള്ളിമേഘങ്ങൾക്ക് പിന്നിൽ ഒളിച്ചിരിക്കുന്ന ദൈവമായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്നത്. അങ്ങനെയല്ല. ഒന്നുകിൽ സൃഷ്ടിയുടെ അവസാനം അല്ലെങ്കിൽ ആരംഭം, പിന്നെ ദൈവത്തിന് സ്ഥാനമില്ല. അത് ആരോഗ്യകരമായൊരു ദൈവശാസ്ത്രമല്ല. നൈദർ ബിഹൈൻഡ് ക്രിയേഷൻ നോർ അബവ് ദ ക്രിയേഷൻ ബട്ട് വിത്ത് ദ ക്രിയേഷൻ ആണ് ദൈവം. അത്തരണത്തിൽ സൃഷ്ടിയോടൊപ്പം സൃഷ്ടിയുടെ ചലനാത്മകതയായിട്ട് വർത്തിക്കുന്ന ഒരു ദൈവത്തെയാണ് ന്യൂറോ റിലീജിയൻ വിഭാവനം ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കണം. നിർമ്മിത ബുദ്ധിയുടെയൊക്കെ കാഴ്ചപ്പാടിൽ പ്രത്യക്ഷത്തിൽ മതവിശ്വാസത്തെയും ഈശ്വരാനുഭൂതിയും ഒക്കെ വളരെ യാന്ത്രികമായിട്ട് വിശദീകരിക്കുമ്പോൾ അത് നിരീശ്വരത്വത്തിലേക്കുള്ള ചുവടുവയ്പ്പുകളായിട്ട് തോന്നിയേക്കാം. അത് പക്ഷേ ഉപരിപ്ലവമായ വായനകൾ മാത്രമേ ആകുകയുള്ളൂ. അടുത്തറിഞ്ഞു കഴിയുമ്പോൾ ഇതിൻ്റെയൊക്കെ പിന്നിലെ അഗാധമായ ദൈവശാസ്ത്രമായ അർത്ഥതലങ്ങളും ആഴങ്ങളും നമുക്ക് തിരിച്ചറിയുവാനായിട്ട് സാധിക്കുന്നത്. ദൈവവിശ്വാസവും നിരീശ്വരവാദവും സംബന്ധിച്ച് ന്യൂറോ സയൻസിന് ആധികാരികമായി ഏറെ പറയുവാനുണ്ട്. ഇന്നും മുന്നേറുന്ന നിരവധി ഗവേഷണങ്ങളുമുണ്ട്. ഇത്തരം ഗവേഷണങ്ങളുടെ വെളിച്ചത്തിൽ വ്യക്തമായ നിലപാടുകൾ സ്വീകരിക്കുന്ന ഒരു പഠന മേഖലയാണ് ന്യൂറോ റിലീജിയൻ്റേത്. ദൈവവിശ്വാസം എന്നത് മനുഷ്യ മസ്തിഷ്കത്തിൻ്റെ അടിസ്ഥാന പ്രവണതകളിൽ ഒന്നാണെന്ന് നിസ്സംശയം പ്രസ്താവിക്കുന്ന നിരവധി ചിന്തകർ
നിരീശ്വരവാദം ചിലരുടെ മസ്തിഷ്കത്തിൽ സംഭവിച്ചിട്ടുള്ള ജനിതക വ്യതിയാനത്തിൻ്റെ ഫലമാണെന്ന് സ്ഥാപിക്കുന്നു. മസ്തിഷ്കത്തിൽ സംഭവിച്ചിട്ടുള്ള ഘടനാപരമായ മാറ്റങ്ങൾ മൂലം ഒരു വ്യക്തിയിൽ വന്നു ചേർന്നേക്കാവുന്ന കുറവുകൾ പല വിധത്തിൽ പ്രകടമാകാറുണ്ട്. അത്തരത്തിലൊന്നാണ് ദൈവനിഷേധവും എന്നാണ് വാസ്തവം. ന്യൂറോ റിലിജിൻ്റെ ഒരു ഉൾക്കാഴ്ച നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ദൈവവചനം, വേർഡ് ഓഫ് ഗോഡ്, ധാർമ്മിക സാരോപദേശങ്ങൾ, മതപരമായ ഉദ്ബോധനങ്ങൾ, ഇവയോടൊക്കെ ശരിയാവണ്ണം പ്രതികരിക്കാൻ സാധിക്കണമെങ്കിൽ, ക്രിസ്തീയ ഭാഷയിൽ പറഞ്ഞാൽ വചനം ഫലം പുറപ്പെടുവിക്കണമെങ്കിൽ, ഭാഷയെ സ്വാധീനിക്കുന്ന മസ്തിഷ്കത്തിലെ മേഖലകൾ, ടെമ്പറൽ ലോബും പെരൈറ്റൽ ലോബും ഫ്രണ്ടൽ ലോബും സന്ധിക്കുന്ന മേഖല അത് വേണ്ടത്ര വികാസം പ്രാപിച്ചിരിക്കണം. ചിലരിൽ ഈ മേഖല റെസ്പോൺസീവ്നെസ് ടു റിലീജിയസ് ലാംഗ്വേജ്, ആ ശേഷിയെ ഡിഫൈൻ ചെയ്യുന്ന നിർവചിക്കുന്ന മസ്തിഷ്ക മേഖല വേണ്ടത്ര വികാസം പ്രാപിച്ചിട്ടില്ല എങ്കിൽ അവരെ എത്ര ശ്രമിച്ചാലും വിശ്വാസികളാക്കാൻ സാധിക്കുകയില്ല പോലും. അതുകൊണ്ട് നമ്മൾ പറഞ്ഞു വരുന്നത്, നിരീശ്വരത്വം എന്ന് പറയുന്നത് 100% ഒരു സ്വതന്ത്ര തീരുമാനമാണെന്ന് പറയാൻ വയ്യ. ജീവശാസ്ത്രപരമായിട്ടുള്ള ഘടകങ്ങൾ അതിൻ്റെ പിന്നിലുണ്ട്. ശരീരശാസ്ത്രപരമായ അടിത്തറകൾ നിരീശ്വരത്വത്തിന് പിന്നിലുമുണ്ട്. അത് മുഴുവനും ന്യൂറോളജിക്കൽ ഡിസോർഡർ ആണെന്ന് നമ്മൾ പറയുന്നില്ല. എന്നിരുന്നാൽ പോലും ഇത്തരമുള്ള അന്തർധാരകളും അതിലുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇത്തരത്തിലുള്ള അനലിറ്റിക്കൽ നെറ്റ്വർക്കും എമ്പതറ്റിക്കൽ നെറ്റ്വർക്കും തമ്മിലുള്ള സംഘർഷത്തിൽ ശരിയായ ബാലൻസിങ് ബ്രെയിനിന് നടത്താൻ പോകാതെ വരാനുള്ള കാരണം ചില അധിക മ്യൂട്ടേഷൻസ് ഇത്തരത്തിലുള്ള ബ്രെയിനുകളിൽ സംഭവിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. പരിണാമത്തിൻ്റെ പരമായിട്ട് പ്രകൃതി സ്വാഭാവികമായിട്ടും പരിണാമ പ്രക്രിയയിൽ അത്തരത്തിലുള്ള മ്യൂട്ടേഷൻസിനെ ഒഴിവാക്കേണ്ടതായിരുന്നു. പക്ഷേ ചിലതങ്ങനെ ഒഴിവാക്കപ്പെടാതെ ഇപ്പോഴും അതിജീവനം നടത്തി വരികയാണ് പോലും. അതുകൊണ്ടാണ് വിശ്വാസത്തോടൊപ്പം അവിശ്വാസവും ഉണ്ടായി വരുന്നത്. ഇത് കൂടുതൽ വിശകലനം ആവശ്യമുള്ള ഒരു മേഖലയാണ്. നമ്മുടെ ഈ ഒരു ചെറിയ ചർച്ചയിൽ ഇതിൻ്റെ എല്ലാ വിശദാംശങ്ങളിലേക്കും നമുക്ക് പ്രവേശിക്കാൻ സാധിക്കുകയില്ല. നമ്മൾ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ. ന്യൂറോളജിക്കലായിട്ടുള്ള ഫാക്ടേഴ്സ് ഒരു അവിശ്വാസിയുടെ തിരഞ്ഞെടുപ്പുകളെ, വിശ്വാസ സംബന്ധമായ തിരഞ്ഞെടുപ്പുകളെയും തീരുമാനങ്ങളെയും ഭാഗികമായിട്ടെങ്കിലും സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ളത് അനിഷേധ്യമായ ഒരു ഘടകമാണ്. അതുകൊണ്ട് തന്നെ അവിശ്വാസത്തെ ഒരു വ്യക്തിയുടെ സമ്പൂർണവും സ്വതന്ത്രവും വ്യക്തിനിഷ്ഠവുമായ ഒരു തീരുമാനമായിട്ട് പൂർണ്ണമായിട്ടും പറയാൻ സാധിക്കുകയില്ല എന്നും കൂടി അനുമാനിക്കേണ്ടിയിരിക്കുന്നു. മസ്തിഷ്കശാസ്ത്രം നമുക്ക് നൽകുന്ന ഉൾക്കാഴ്ചകൾ എണ്ണമറ്റതാണ്. മസ്തിഷ്കത്തിൻ്റെ സങ്കീർണമായ പ്രവർത്തനങ്ങളിലൂടെ വെളിപ്പെടുന്ന ദൈവദർശനവും ശാസ്ത്രീയവും താത്വികവുമായ അറിവുകളും മഹത്തരമാണ്. ശാസ്ത്രത്തിൻ്റെ ഗവേഷണ മേഖലകളിലൂടെ ആത്മീയ സത്യങ്ങൾ തേടിയുള്ള നമ്മുടെ യാത്ര തുടരുന്നു. ലൈറ്റ് ഓഫ് ട്രൂത്ത് എന്ന ഈ ശാസ്ത്ര മതസംവാദ പരമ്പരയുടെ കഴിഞ്ഞ എപ്പിസോഡുകൾ യൂട്യൂബിൽ ലഭ്യമാണ്. ഈ ഡോക്യുമെൻ്ററി പരമ്പരയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വാട്സപ്പ് വഴി ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. വാട്സപ്പ് നമ്പർ 9745901960. ആരോഗ്യമെന്ന് പറയുന്നത് അസുഖത്തിൻ്റെ അഭാവം മാത്രമല്ല. അതിലുപരിയായി ആരോഗ്യമെന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റാണ്. ഇറ്റ്സ് എ സ്റ്റേറ്റ് ഓഫ് ഫിസിക്കൽ, മെൻ്റൽ ആൻഡ് സോഷ്യൽ വെൽബീയിങ്. നമ്മുടെ മാനസിക അവസ്ഥകളെ സ്വാധീനിക്കുന്നതിൽ, വേദനയുടെ സംവേദനങ്ങളെ ലഘൂകരിക്കുന്നതിന് ഒരുവനെ വൈകാരികമായിട്ട് സ്വാധീനിക്കുവാൻ അവൻ്റെ മതവിശ്വാസം സഹായിക്കുന്നു എന്നുള്ളത് നിസ്തർക്കമായ ഒരു കാര്യമാണ് എന്ന് തോന്നുകയാണ്. ഞാൻ കോട്ടയം 3 പ്രാവശ്യം പോയതിന് ശേഷം എൻ്റെ അനുമാനം ഇതാണ്: ഒരു 90 മുതൽ 95% വരെ വേണമെങ്കിൽ അവിടെ നടക്കുന്ന അത്ഭുതങ്ങളും മറ്റു കാര്യങ്ങളും നമുക്ക് ശാസ്ത്രീയമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. പക്ഷേ 5 to 10% എനിക്ക് യാതൊരു കാരണവശാലും സയൻസിനത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല.